62 ലക്ഷത്തിലധികം മനുഷ്യർക്ക് 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോ അതിൽ എത്ര ലക്ഷം പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ട്? എത്ര ലക്ഷം? ആ ലക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഈ സർക്കാർ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം മുസ്ലിങ്ങളോട് ഈ സർക്കാർ വിവേചനം കാണിക്കുന്നു എന്ന്. ഇന്നിതാ 10,80,000 സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഒരു പ്രത്യേക മതവിഭാഗത്തോടും യാതൊരു അവഗണനയും കാണിക്കാതെ 10 വർഷം വർഗീയ കലാപങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ കടന്നുപോയ നാളുകൾ. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. 3-ാം ഊഴവും ഇടതുമുന്നണിക്ക് കിട്ടണം. അല്ലെങ്കിൽ കേരളം മതാന്തകരും വർഗീയ ഭ്രാന്തന്മാരും ഭരിക്കും. അവരുടെ ദംഷ്ട്രങ്ങളിൽ കിടന്ന് മതനിരപേക്ഷ കേരളം ഞെങ്ങി ഞെരുങ്ങും, ആത്യന്തികമായി മരിച്ചു പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം 10 വർഷം പിന്നിടുകയാണ്. കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും നാട്ടിലാകമാനം അഴിച്ചുവിടാൻ മാധ്യമപ്പടയും വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളും ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും എന്താണെന്ന് അവർക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 ജാഥകൾ തീരുമാനിച്ചു. ആ ജാഥകളിൽ ഒന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ നയിച്ചുകൊണ്ട് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം എത്താൻ പോകുന്നത്. ജാഥാംഗങ്ങളെല്ലാം വേദിയിലുണ്ട്. UDF-കാര് ചോദിക്കുന്നത് 10 വർഷം മുമ്പില്ലാത്തത് എന്താണ് ഇപ്പോഴുള്ളത് എന്നാണ്. 10 വർഷം മുമ്പ് നമ്മളുടെ പ്രദേശത്തുകൂടെ കടന്നു പോകുന്ന ദേശീയപാത നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെതാണ് റോഡ് എന്നാണ് UDF ന്യായം പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെതാണ് റോഡെങ്കിൽ കേന്ദ്ര സർക്കാർ മുമ്പും ഈ രാജ്യത്തുണ്ടായിരുന്നില്ലേ?